വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ റെഗുലർ വെർബ്സ് ആൻഡ് ഇർറെഗുലർ വെർബ്സ് അതാണ് ടോപ്പിക്. വെർബ്സ് ക്യാൻ ബി റെഗുലർ ഓർ ഇർറെഗുലർ. വെർബുകൾ റെഗുലർ വെർബ്സും ഉണ്ട്, ഇർറെഗുലർ വെർബ്സും ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. Regular verbs form their past tense and past participle by adding ed. Regular verbsന്റെ പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ലഭിക്കുന്നതിന് വേണ്ടി ഇ ഡി എന്ന് ചേർത്താൽ മതി എന്നാണ് പറയുന്നത്. അതിന്റെ ബേസ് ഫോമിന്റെ കൂടെ ഇ ഡി ചേർക്കുക. അതാണ് റെഗുലർ വെർബ്സിന്റെ പ്രത്യേകത. ബേസ് ഫോം നോക്കുക, വാക്ക്. അതിന്റെ കൂടെ ഇ ഡി ചേർത്തുകൊണ്ട് പാസ്റ്റ് ടെൻസും ഇ ഡി അതേ പാസ്റ്റ് ടെൻസ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളും ആവുക. അതും റെഗുലർ വെർബ്സിന്റെ പ്രത്യേകതയാണ്. പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ് എന്നുള്ളത്. ലാഫ്, ലാഫ്ഡ്, ലാഫ്ഡ്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. ഇ ഡി ചേർത്തുകൊണ്ട് പാസ്റ്റ് ടെൻസ് അതേ വേർഡ് തന്നെയായിരിക്കും പാസ്റ്റ് പാർട്ടിസിപ്പിളും. പാസ്റ്റ് ടെൻസ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളും. ഏത് വെർബിന്റെ? റെഗുലർ വെർബ്സ്. പെയിന്റ്, പെയിന്റഡ്, പെയിന്റഡ്. ടോക്ക്, ടോക്ഡ്, ടോക്ഡ്. ഡാൻസ്, ഡാൻസ്, ഡാൻസ്ഡ്. അവിടെ ഡാൻസ് എന്നുള്ളതിൽ ഈ ഉണ്ട് ബേസ് ഫോമിൽ. അതുകൊണ്ട് ഡി മാത്രം ചേർത്താൽ മതി പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് പാർട്ടിസിപ്പിളും. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മിക്കുക. കുറേ റെഗുലർ വെർബ്സിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും എഴുതി മനസ്സിലാക്കുക. അപ്പോൾ വിസിറ്റ് എന്നുള്ള ബേസ് ഫോമിനെ എങ്ങനെ നമുക്ക് പാസ്റ്റ് ടെൻസ് ആക്കാം? വിസിറ്റഡ്. അതേ വിസിറ്റഡ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളും. ഐ വിസിറ്റ് ദ ലൈബ്രറി എവറി ഫ്രൈഡേ. എല്ലാ ഫ്രൈഡേയും ഞാൻ ലൈബ്രറി വിസിറ്റ് ചെയ്യാറുണ്ട്. ഐ വിസിറ്റഡ് ദ ലൈബ്രറി ലാസ്റ്റ് സൺഡേ ആൾസോ. ലാസ്റ്റ് സൺഡേയും ഞാൻ ലൈബ്രറി വിസിറ്റ് ചെയ്തു. അത് പാസ്റ്റ് ടെൻസ്. ഐ വിസിറ്റഡ് ദ ലൈബ്രറി ലാസ്റ്റ് സൺഡേ. അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് അങ്ങനെ ആ ഫോം ഉപയോഗിക്കുക, ഇ ഡി ചേർത്തുകൊണ്ടുള്ളത്. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക എവിടെയാണ്? പെർഫെക്റ്റ് ടെൻസുകളിൽ. ഐ ഹാവ് വിസിറ്റഡ് ദ ലൈബ്രറി ട്വൈസ് ദിസ് വീക്ക്. ഐ ഹാവ് വിസിറ്റഡ് ദ ലൈബ്രറി ട്വൈസ് ദിസ് വീക്ക്. ഐ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ഹാസിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെയാണ് പെർഫെക്റ്റ് ടെൻസുകളിൽ വരാറുള്ളത്. ഞാൻ ഈ ആഴ്ച 2 പ്രാവശ്യം ലൈബ്രറി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വി യൂസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടു മേക്ക് ദ പെർഫെക്റ്റ് ടെൻസസ് ആൻഡ് ഫോർ ഓൾ പാസീവ് ഫോംസ്. എവിടെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കപ്പെടുന്നത്? പെർഫെക്റ്റ് ടെൻസുകളിലെല്ലാം തന്നെ. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതിലത്തെ പാസീവ് ഫോമുകളെല്ലാം തന്നെ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതിൽ ഉപയോഗിക്കുക. മെയിൻ വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലായിരിക്കണം. ബി വെർബിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. ഏത് ഫോമിൽ? പാസീവ് ഫോംസ്. ഇറഗുലർ വെർബ്സ് ഫോം ദെയർ പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇൻ എ ഡിഫറെന്റ് വേ. എന്നാൽ ഇറഗുലർ വെർബ്സിന്റെ പ്രത്യേകത എന്താണ്? അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇ ഡി ചേർത്തുകൊണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അതൊരു ഡിഫറെന്റ് വേയിലാണ് അതുള്ളത്. നോക്കുക, ബേസ് ഫോം കട്ട്. പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ട്, കട്ട് എന്ന് തന്നെ സെയിം ആണ്. മൂന്നും സെയിം. ബേസ് ഫോമും പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം. എന്നാൽ റിംഗ് എന്നുള്ള ഇറഗുലർ വെർബ് എങ്ങനെയാണ്? റാങ് എന്നുള്ളതാണ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ റങ്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. കം, കെയിം, കം. അപ്പോൾ ഈ കം എന്നുള്ളതിന്റെ ബേസ് ഫോം തന്നെ അതേ സ്പെല്ലിങ്ങോട് കൂടി തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ കമും. എന്നാൽ പാസ്റ്റ് ടെൻസിൽ വ്യത്യാസമുണ്ട്. കെയിം, ഐ കെയിം യെസ്റ്റർഡേ, അത് പാസ്റ്റ് ടെൻസ്. എന്നാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം എന്നുള്ളതാണ്. ഹാവ്, ഹാഡ്, ഹാഡ്. അങ്ങനെ ഇറഗുലർ വെർബ്സിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഡിഫറെന്റ് വേയിലാണ് അത് ഫോം ആകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ബൈ ഹാർട്ട് മനസ്സിലാക്കേ പറ്റുള്ളൂ. ഇ ഡി ചേർത്തുകൊണ്ടോ ഡി ചേർത്തുകൊണ്ടോ ഒന്നും ഫോം ചെയ്യാൻ പറ്റില്ല. 3 ടൈപ്സ് ഓഫ് ഇറഗുലർ വെർബ്സ്. അപ്പൊ ഇറഗുലർ വെർബ്സ് 3 ടൈപ്സ് ഉണ്ട് എന്നാ പറയണം. അതെങ്ങനെയാണ്? verbs in which all 3 forms are same. hit, hit, hit. ചില ഇറഗുലർ വെർബ്സിന്റെ ബേസ് ഫോമും പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും സെയിം ആണ്. ഉദാഹരണം ഹിറ്റ്, ഹിറ്റ്, ഹിറ്റ്. അതുപോലെ പുട്ട്, പുട്ട്, പുട്ട്. കട്ട്, കട്ട്, കട്ട്. അങ്ങനെ കുറേ ഇറഗുലർ വെർബ്സ് ഉണ്ട്. 3 ഫോമും സെയിം ആയിട്ടുള്ളത്. verbs in which 2 forms are same. എന്നാൽ ചിലതിലാണെങ്കിലോ 2 ഫോം സെയിം ആയിരിക്കും.
ഉദാഹരണം നോക്കുക. സിറ്റ് അത് ബേസ് ഫോം, സാറ്റ് അത് പാസ്റ്റ് ടെൻസ് ഫോം, സാറ്റ് എന്നുള്ളത് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളും. അങ്ങനെ രണ്ട് ഫോം സെയിം ആയിക്കൊണ്ടുള്ള ഇറഗുലർ വെർബ്സും ഉണ്ട്. വെർബ്സ് ഇൻ വിച്ച് ഓൾ ത്രീ ഫോംസ് ആർ ഡിഫറെന്റ്. എന്നാൽ ചില ഇറഗുലർ വെർബ്സിന്റെ 3 ഫോമും ഡിഫറെന്റ് ആണ്. ബേസ് ഫോം, പാസ്റ്റ് ടെൻസ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഇത് മൂന്നും ഡിഫറെന്റ് ആയിട്ട് വരുന്നവയും ധാരാളം ഇറഗുലർ വെർബ്സ് ഉണ്ട്. റിംഗ്, റാങ്, റങ്. ഇതില് ബേസ് ഫോമിൽ നിന്ന് വ്യത്യസ്തമാണ് പാസ്റ്റ് ടെൻസ് ഫോം, അതിൽ നിന്നും വ്യത്യസ്തമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇറഗുലർ വെർബ്സും നിറയെ മനസ്സിലാക്കേണ്ടതുണ്ട്. The following verbs can be regular or irregular. ചില വെർബുകളുണ്ട് അത് ബേൺ എന്നുള്ളതിന്റെ എക്സാമ്പിൾ നോക്കുക. ബേൺ എന്നുള്ളത് ബേസ് ഫോം, അത് രണ്ട് തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ചിലവിടെ ബേൺഡ് NED എന്നുള്ള ED ഫോം ചേർത്തുകൊണ്ടും വരുന്നുണ്ട്. എന്നാൽ ബേൺഡ് എന്ന തരത്തിൽ BURNT എന്നുള്ള തരത്തിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏതാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതേ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് ഉപയോഗിക്കുക. കാരണം ബേണിന്റെ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ സെയിം ആണ്. അപ്പൊ നിങ്ങൾ NED ഉപയോഗിച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതുപോലെ ഉപയോഗിക്കുക. സ്പോയിൽ അതും അതുപോലെ തന്നെ, സ്പോയിൽഡ് എന്നും എഴുതാം, സ്പോയിൽഡ്. സ്മെൽ, സ്മെൽഡ്, സ്മെൽറ്റ്. അപ്പൊ ഇത് പാസ്റ്റ് ടെൻസ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളും. അപ്പൊ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഉപയോഗിക്കുക. എക്സാമ്പിൾസ്: ബേസ് ഫോം, പാസ്റ്റ് ടെൻസ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതെല്ലാം ഇറഗുലർ വെർബിൻ്റെതാണ്. കാരണം അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. കാരണം അതിൻ്റെ ഫോമുകളെല്ലാം ഡിഫറെൻ്റ് ആണ്. റെഗുലർ വെർബിൻ്റെത് ED ചേർത്തുകൊണ്ട് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നമുക്ക് ഫോം ചെയ്യാവുന്നതാണ്. എന്നാൽ ഇറഗുലർ വെർബിൻ്റെ പ്രത്യേക നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക തന്നെ വേണം. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഈറ്റ് എന്നുള്ളത് ബേസ് ഫോം. ബേസ് ഫോം എവിടെ ഉപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ നൗ. അവളിപ്പോൾ ആപ്പിൾ കഴിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ബേസ് ഫോം ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഓർമ്മിക്കുക. പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ പെർഫെക്റ്റ് ടെൻസുകളിലും പാസീവ് വോയിസിലും. ഗിവ്, ഗേവ്, ഗിവൺ. ത്രോ, ത്രൂ, ത്രോൺ. ഫോർഗീവ്, ഫോർഗേവ്, ഫോർഗിവൺ. വേക്ക്, വോക്ക്, വോക്കൺ. ഡു, ഡിഡ്, ഡൺ. ബിഗിൻ, ബിഗാൻ, ബിഗൺ. ഇങ്ങനെ നിറയെ ഇറഗുലർ വെർബിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും മനസ്സിലാക്കുക. ഇവിടെ ബി വെർബിന്റെ ബേസ് ഫോം ബി എന്നുള്ളത് ബേസ് ഫോം ആണ്. പക്ഷേ നമ്മൾ പ്രസന്റ് ടെൻസിൽ ബി വെർബ് അങ്ങനെയല്ല ഉപയോഗിക്കുക. ബി വെർബിന്റെ പ്രസന്റ് ടെൻസ് ഫോം എന്താണ്? ഈസ്, ആം, ആർ. അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് ഈസ്, ആർ, ആം എന്നുള്ളത്. അപ്പൊ ബി വെർബ് എന്ന് പറയുന്നത് ബേസ് ഫോം ബി ആണെങ്കിലും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അതിന് 3 ഫോം ഉണ്ട്: ഈസ്, ആർ, ആം. പാസ്റ്റ് ടെൻസിലോ വാസ് ആൻഡ് വെർ. എവിടെയാ വാസ് വരിക? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബീനാണ്. അപ്പൊ ബി വെർബിനെ നല്ല രീതിയിൽ അത് അറിഞ്ഞു വെക്കണം. ബി വെർബിന്റെ ബേസ് ഫോം ബി ആണെങ്കിലും പ്രസന്റ് ടെൻസിൽ അതിന് വേറൊരു ഫോമും പാസ്റ്റ് ടെൻസിൽ അതിന് വേറെ ഫോമാണ്. അതേപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബീൻ എന്നുള്ളത്. ഈ സെന്റൻസുകളൊക്കെ നോക്കുക. വി ഡാഷ് എ വെരി ഗുഡ് ഫിലിം യെസ്റ്റർഡേ. അപ്പൊ ഇവിടെ ആ സി എന്നുള്ളതാണ് വെർബ് തന്നിരിക്കുന്നത്. അതിന്റെ സ്യൂട്ടബിൾ ഫോം ഈ സെന്റൻസിൽ ആഡ് ചെയ്യണം. ഏതായിരിക്കും വരിക? യെസ്റ്റർഡേ എന്നുള്ള കീ വേർഡ് കാണുമ്പോൾ മനസ്സിലാക്കാം ഇത് പാസ്റ്റ് ടെൻസ് ആണെന്ന്. അപ്പൊ സിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അവിടെ എഴുതേണ്ടത്. സി, സോ, സീൻ എന്നുള്ളതാണ് അതിന്റെ 3 ഫോമുകൾ. വി സോ എ വെരി ഗുഡ് ഫിലിം യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങൾ നല്ലൊരു ഫിലിം കണ്ടു. ഐ ഹാവ് ജസ്റ്റ് ഡാഷ് ദ ട്രൂത്ത് ടു ഹിം. ഇവിടെ ഹാവ് എന്ന് കാണുന്നത് കൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിലെല്ലാം തന്നെ ബേസ് ഫോമിന്റെ വെർബിന്റെ 3rd ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ചേർക്കേണ്ടത്. അപ്പൊ ടെൽ എന്നുള്ളത് ബേസ് ഫോം ആണ്. ടെൽ, ടോൾഡ്, ടോൾഡ്. ഐ ഹാവ് ജസ്റ്റ് ടോൾഡ് ദ ട്രൂത്ത് ടു ഹിം. ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് സത്യം പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് നെവർ ഡാഷ് ടെന്നീസ്. ഇതും ഹാവ് എന്ന് കാണുന്നത് കൊണ്ട് പെർഫെക്റ്റ് ടെൻസ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ്. അപ്പം പ്ലേന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പ്ലേ എന്ന് പറയുന്നത് റെഗുലർ വെർബാണ്, അതുകൊണ്ട് ED ചേർത്താൽ മതി. ഐ ഹാവ് നെവർ പ്ലേഡ് ടെന്നീസ്. ഞാനത് ടെന്നീസ് കളിച്ചിട്ടേ ഇല്ല.
സംബഡി ഹാസ് ഡാഷ് ദിസ് വിൻഡോ. ഇവിടെ ആരോ ഈ വിൻഡോ പൊട്ടിച്ചു എന്ന് പറയുന്ന ഈ സെന്റൻസിൽ അതിലും ഹാസ് ഉണ്ട്. അപ്പൊ ബ്രേക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം തന്നെയാണ് വേണ്ടത്. എന്താണത്? ബ്രോക്കൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ദ റൂംസ് ആർ ഡാഷ് എവറി ഡേ. ഇതൊരു പാസീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. കാരണം സബ്ജക്റ്റ് അല്ല ഈ പ്രവർത്തനം ചെയ്യുന്നത്. ദ റൂംസ് ആർ ഡാഷ് എവറി ഡേ. ക്ലീൻഡ് എന്നാണ് വേണ്ടത്. പാസീവ് വോയിസിലെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കാറുള്ളത്. ബി വെർബിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, മെയിൻ വെർബ് എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിളിലായിരിക്കും പാസീവ് ഫോമുകളിലെല്ലാം തന്നെ. അങ്ങനെ കുറേ റെഗുലർ വെർബുകളുടെയും അതേപോലെ തന്നെ ഇറഗുലർ വെർബുകളുടെയും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നല്ല രീതിയിൽ മനസ്സിലാക്കുക.